Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. വ്രതത്തിൻ്റെ നാളുകൾ തുടങ്ങുകയാണ്, പുണ്യ നാളുകൾ അല്ലേ? അപ്പോൾ എല്ലാവരും എന്താ പറയുക, അതിൻ്റെ ശുദ്ധിയും എല്ലാമായിട്ടിരിക്കാമെന്നറിയാം. പക്ഷേ വൈകുന്നേരം ഇത് ആദ്യമൊന്നും ഈ വ്രതത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അത്രയും അറിയാൻ മേലായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഈ പുണ്യനാളുകളുടെ വിശേഷങ്ങൾ എന്നെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ശുദ്ധിയോടെയും ആ ഒരു പ്രാർത്ഥനയോടുകൂടിയും തന്നെ ഇന്ന് ഞാൻ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ ഈ ബേസിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. കീമ വെച്ചാ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്നിട്ട് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇനി എന്താ ഇതിന് വേണ്ടി സാധനങ്ങൾ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിന് വേണ്ടിയത്. എങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്ന് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേ ലീവ്സ്, അതായത് പട്ടയുടെ ഇല, പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പൂ, പിന്നെ പട്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ കട്ടി കൂടുതലാണെങ്കിൽ ഇച്ചിരി ഇടാവുള്ളൂ. പിന്നെ ഏലക്ക, ഇത് കുറച്ച് സവാള അരിഞ്ഞു വെച്ചേക്കുന്നത്. കുറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള അരിഞ്ഞേക്കുന്നത്. ഇത് ഒരു മുഴുത്ത ഒരു തക്കാളി അരിഞ്ഞേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ അരച്ചതല്ല, ഇത് മേടിച്ചത്. അതുകൊണ്ട് ഒത്തിരി നമ്മൾ ചേർക്കണ്ട. ഒരു ഇച്ചിരി, അതായത് മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ഒരു ഇച്ചിരി കൂടുതലാണ് ചേർക്കുന്നത്. ചിക്കൻ 1.5 വീതം ആണെങ്കിൽ, അതായത് 1.5 വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ ഇഞ്ചി ആണെങ്കിൽ മട്ടൺ ഒരു കുറച്ചുകൂടെ കൂടുതലാകണം. കാര്യം അതിനകത്ത് ഇച്ചിരി ഫാറ്റ് കൂടുതൽ, ദഹനത്തിനുള്ള ഇതെല്ലാം വേണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ 2 ടീസ്പൂൺ വീതം രണ്ടും ചേർക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചരച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ, ഈ മേടിക്കുന്നതാണെങ്കിൽ കറക്റ്റ് 3 സ്പൂൺ, അതിലപ്പുറം ചേർക്കണം, ടീസ്പൂൺ ചേർത്തേച്ചാൽ മതിയേ. പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പം തന്തൂരി മസാല മേടിക്കാൻ കിട്ടും, ഏറ്റവും എളുപ്പം അതാ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥിരം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയായത്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി. ഇത് ഞാൻ മേടിച്ചേക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, മട്ടൻ്റെ കീമായ. ഇതൊരു 1 കിലോയോളം വരും. എളുപ്പമായത് ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് ഡ്രൈ പ്ലംസ്. ഇത് ഓപ്ഷണലാണ്, വേണം എന്നുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്തേച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ ചതച്ചേച്ചല്ലേ സാധാരണഗതിയിൽ നമ്മൾ ബിരിയാണിയിലിടുന്നത്. ഇത് അങ്ങനെയല്ല, ബാക്കിയെല്ലാം ചേർത്തേച്ച് ലാസ്റ്റ് ദമ്മിടുമ്പോൾ മാത്രമേ ഞാൻ പച്ചമുളക് ചേർക്കുന്നുള്ളൂ. അതായത് ചുമ്മാ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ടൊന്ന് കീറിയിടുക പോലും വേണ്ട, അല്ലാതെ തന്നെ ഇട്ടേച്ചാൽ മതി. അത്രയും എരിവ് വേണ്ടാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നമ്മൾ അരി വേവിക്കുമ്പോഴത്തേക്ക് സ്ഥിരം ദമ്മിടുകയാണെങ്കിൽ ഒരു 80% അരി വേവിക്കാവുള്ളൂ. അതല്ല ഫുൾ നമുക്ക് ദമ്മിടാൻ അത്രയും വശം പോരാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഫുൾ വേവിച്ചിട്ട് ഊറ്റുക. പക്ഷെ വേവിക്കുന്ന സമയത്ത് നമ്മൾ എന്നാക്കി ഇട്ട് വേവിക്കേണ്ടതെന്ന് വെച്ചാൽ, സാജീരകം കിട്ടുകയാണെങ്കിൽ അതിടാം, അതല്ലെന്നുണ്ടെങ്കിൽ സാധാ ജീരകം ഇട്ടേച്ചാലും മതി. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ വേണ്ടിയത് പട്ടയുടെ ഇല, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇഷ്ടമാണെങ്കിൽ 2-3 മണി കുരുമുളകും കൂടെ ഇട്ടേച്ച് വേണം അരി വേവിച്ച് ഊറ്റാനായിട്ട്. ഇനിയിപ്പോൾ വറുത്ത് വറ്റിച്ചെടുക്കാനാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ, ആ പരുവ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ബിരിയാണിക്ക്. അന്നേരം എന്നാണെന്നറിയോ, ആ നെയ്യും അതും എല്ലാം ബിരിയാണിയുടെ അരിയേൽ ഒത്തിരി പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവറാണ്. ബിരിയാണി വെക്കുന്നതിൽ ഏറ്റവും സ്വാദ് മട്ടൺ ബിരിയാണിക്കാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നെയ്യും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദാണ് മട്ടൺ ബിരിയാണിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എത്ര നെയ്യ് വേണം, എത്ര അതിനകത്ത് ഉണ്ടായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഈ കൈയുടെ പുറവശം വെച്ചിട്ട് ആ ബിരിയാണിയുടെ അരിയെ തൊട്ട് നോക്കുമ്പോൾ ഓരോ അരിയുടെയും പാട് നെയ്യോട് കൂടി നമ്മുടെ കയ്യിലേക്ക് വരും. അതാണ് ബിരിയാണിയുടെ നെയ്യുടെ അളവ് എന്നാ പറയുന്നത്. പക്ഷെ അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ ഒഴിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന്. പക്ഷെ ഡീറ്റെയിൽ ക്ലാസ്സിലേക്ക് എനിക്ക് പോകാൻ ഒത്തില്ല. ഞാൻ അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് ബിരിയാണിയുടെ അരി വറുത്ത് വെക്കുന്നത് ഈ സ്വാദ് വേറൊന്നിനുമില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന വേവിച്ച് ഊറ്റി വെച്ചേക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ദമ്മിടുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മസാല ഉണ്ടാക്കുന്ന രീതിയാണ്. അത് ഫസ്റ്റ് നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്ത് കുറച്ച് തന്തൂരിയുടെ ഇത് ചേർക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ചാർക്കോൾ, അതായത് കൽക്കരി ചേർത്തേച്ച് ഈ എന്താ പറയുക, പറയത്തില്ലേ, ചൂടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് പുക വരുത്തുക എന്നുള്ളത്, അത് വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ദുപ്പ് കിട്ടും, ആ ഇന്ദുപ്പിട്ടാലും ആ ഒരു ഫ്ലേവർ വരും സാധാ ഉപ്പിടുന്നതിനെ കാട്ടിലും. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ സാധാ ഉപ്പ് ഇടുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ അല്ല വേണ്ടത്, റിഫൈൻഡ് ഓയിൽ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം.
ബിരിയാണിക്ക് ബേസിക്കലി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലേ ബിരിയാണിയുടെ നെയ്യുടെ അളവൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി അദ്ദേഹം പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ ശരിക്കും വെളിച്ചെണ്ണയും നെയ്യും 50-50 ഉപയോഗിച്ചാലും ഭയങ്കര നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഞാൻ തന്തൂരി ആയതുകൊണ്ടാണ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, നമ്മൾ സ്പൈസസ് എല്ലാം ചേർക്കണം. അത് ഒരു പട്ടയുടെ ഇല മതിയാവും. തീ കുറച്ച് വെച്ചേക്കുക, കാരണം സ്പൈസസ് അധികം മൂക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പിന്നെ ഒരു 3-4 ഗ്രാമ്പു, പിന്നെ പട്ടയുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു മെലിഞ്ഞ പട്ടയാണ്, കട്ടിയില്ലാത്തതാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് ഒരു 2 കഷ്ണം മതി. പിന്നെ ഏലക്ക, ഒരു 5 ഏലക്ക ഇട്ടു. ഇതൊന്ന് ചൂടാവുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടാവുമ്പോൾ ഏലക്ക പൊട്ടും, അതനുസരിച്ച് വേണം നോക്കാനായിട്ട്. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഇത് ശരിക്കും നമ്മൾ ബിരിയാണിയൊക്കെ മൂപ്പിക്കുന്ന പോലെ നമ്മൾ എന്താ പറയുക മുരിച്ചെടുക്കത്തില്ലേ ബിരിയാണിയുടെ മേലിലിടാനായിട്ട്, അത്രയും മുരിയണം. എന്നാൽ ഇത് ബിരിയാണിയുടെ മേലിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇടാനുള്ള സവാളയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് മീറ്റിനകത്ത് ചേർക്കുന്ന മസാലയ്ക്ക് ചേരുന്നതാണ്. അപ്പം അതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി സമയം സവാള മൂക്കാനായിട്ട് എടുക്കും. അതിന് എളുപ്പ വിദ്യ നമ്മൾ ചെയ്യുന്ന പോലെ, എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യൂടെ ചേർക്കാം കേട്ടോ, നല്ലതാ. ബിരിയാണിക്ക് എപ്പോഴും നെയ്യ് ചേർക്കുന്നത് ഭയങ്കര നല്ല ടേസ്റ്റ്, ആ മണവും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ തന്തൂരി മസാല നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്തൂരിയുടെ മസാല, മല്ലിപ്പൊടി, തൈര് അങ്ങനെയൊക്കെ ചേർക്കുമല്ലേ. ഇതെല്ലാം ചേർക്കുന്ന സമയ മോദകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കാട്ടിലും ഭേദം ഞാൻ പറയുന്ന പോലെ ഒരു മസാല മേടിക്കുന്ന, വേണമെങ്കിൽ മട്ടണോ ചിക്കനോ ഏതാ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തൊന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കനിൽ ഒന്ന് പിടിക്കാനോ അല്ലെ മട്ടണിൽ ഏത് ഇറച്ചിയാന്ന് വെച്ചാൽ അതിലൊന്ന് പിടിക്കാനായിട്ട് ഇച്ചിരി നല്ലതാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം ആ ഉള്ളി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ബിരിയാണിയുടെ ആ പരുവത്തിൽ മൂത്ത് വരുക. ഈ മൂത്ത് വരാറാവുന്ന സമയത്താ നമ്മൾ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. കാര്യം മേടിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനൊരു ചെറിയ മൂപ്പുണ്ട്, അല്ലെങ്കിൽ അതിനും കൊണ്ട് ഒരു പച്ചക്കുത്തൽ, അതങ്ങ് മാറുകയല്ല. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കീമ ഇടുക. ഈ കീമയുടെ കൂട്ടത്തിൽ തന്നെ ഈ ടൊമാറ്റോയും കൂടെ അങ്ങ് ചേർക്കുക. നേരത്തേനുണ്ടല്ലോ ഈ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനും, ഈ ടൊമാറ്റോയിൽ നിന്ന് കുറച്ച് വെള്ളം ഊറും, അതേപോലെ തന്നെ ഈ മട്ടണിൽ നിന്നും വെള്ളം ഊറും. അപ്പൊ എല്ലാം കൂടെ കിടന്ന് ആ എരിവായിട്ടില്ല, പുളി എല്ലാ വെള്ളവും ഒന്ന് വറ്റി ഒരുമിച്ചാവണം. ഇതിനൊരു ഇച്ചിരി സമയം എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ടൊമാറ്റോയുടെ വെള്ളം ഊറി മട്ടണിലെയും വെള്ളം ഊറിയിട്ട് അതൊന്ന് വറ്റിയാൽ മാത്രമേ ഈ എന്താ പറയുക ടൊമാറ്റോ ഒന്ന് കുഴയത്തുള്ളൂ. ആ വറ്റാറാവുന്ന സമയല്ലേ ആ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പൊടികളെല്ലാം ചേർക്കാനുള്ളത്, എന്നാലേ പൊടി ഒന്ന് വേവത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ചേർത്തിരിക്കുന്ന മീറ്റ് ആന്നേൽ ഇപ്പം എന്താ പറയുക ആവി തട്ടി കഴിയുമ്പോഴത്തേന് ഇത് വെന്തോന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, മട്ടനാണെങ്കിൽ ഒട്ടും വേവുകയല്ല. അന്നേരം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തിളയെല്ലാം വരുമ്പോഴത്തേന് ഇതിനൊരു നിറം മാറുമല്ലോ, പിങ്ക് എന്നുള്ളത് വൈറ്റായി മാറും. ആ സമയത്ത് നമുക്ക് എന്തായാലും വെള്ളം ഇതിനകത്തുണ്ട്, അന്നേരം പൊടി ചേർത്താലേ പൊടി ഒന്ന് ഇച്ചിരി വേവത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോന്നായിട്ട് ചേർക്കാൻ പോവാ. ഫസ്റ്റ് തന്തൂരി മസാല, അതായത് നമുക്ക് ആ മസാലയുടെ ഫ്ലേവർ എത്ര വേണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇത് ഈ കണക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ ആവശ്യം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ആദ്യം 1.5 കണക്കാക്കി പോയാൽ മതി. തന്തൂരി ചേർത്തു, അത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി, ജീരകപ്പൊടി ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം പോയാൽ, 1/2 ടീസ്പൂൺ അല്ല 1 ടീസ്പൂണോളം പോയേച്ചാൽ മതി. ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഫ്ലേവർ. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, അത് ഇച്ചിരി ചേർത്താൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റോ സ്പൈസസ് കുറേ ചേർത്തായിരുന്നു. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, അതും ഈ പറഞ്ഞ പോലെ കാശ്മീരിയാണ്, അതുകൊണ്ട് നിറവും അതിൻ്റെ ഗുണവും നോക്കിയേച്ച് ബാക്കി ചേർക്കാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മഞ്ഞപ്പൊടിയും വേണം.
മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ തന്തൂരി മസാല മേടിക്കുമ്പോൾ അതിനകത്തുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് മതി. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തൃപ്തിയാണ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താൽ സന്തോഷം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ആക്ച്വലി ബിരിയാണി പെട്ടെന്നാവും കേട്ടോ, വെളുപ്പുവാ. ഈ മസാലയുടെ പൊടിയെല്ലാം ചേർക്കുമ്പോൾ തന്നെ ആ വെള്ളം കണ്ടോ കുറച്ചൊന്ന് പറ്റി വരും. അതായത് ആ മസാല പൊടിയെല്ലാം ആ വെള്ളത്തെ പിടിക്കുന്നതാ. അപ്പം നമ്മുടെ ആ എന്നാ പറയുക മസാലയുടെ ഒരു പച്ചച്ചൊവയുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് സമാധാനമായിട്ട് ഇതിനെ നോക്കിയേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചൊവ പോവുകയില്ല. അതുകൊണ്ട് ആ ഒരു സമാധാനം നമുക്ക് എന്തായാലും വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊരു ഫ്ലേവർ കുറച്ച് കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പുതിന ഇലയും ഒരു 50-50, ബാക്കി നമ്മൾ ദമ്മിലിടാനുള്ളതാ, കുറച്ച് മല്ലിയിലയും. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപ്പിട്ടുള്ളൂ. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്താ പറയുക ബ്ലാക്ക് സോൾട്ട്, അതായത് ഇന്ദുപ്പുണ്ടെങ്കിൽ അതിടാം. അതല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ മട്ടൺ എല്ലാം വെന്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ കൽക്കരി ചൂടാക്കി വെച്ച് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം, അതായാലും ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് കുറച്ച് അത്ര ഉപ്പ് പോരാ, ഒരു ഇച്ചിരി കൂടി ഉപ്പിടാൻ പോവാം. എന്തായാലും മട്ടൺ ഈ പറഞ്ഞ പോലെ പാനിൽ കിടന്നൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വേവോ അല്ലെങ്കിൽ ആ കറക്റ്റ് വേവായിട്ട് വരുമോ അങ്ങനെ ഒന്നുമില്ല. ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചേച്ച് വേണം മട്ടൺ വേവിക്കാനായിട്ട്. പക്ഷെ വേവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ നല്ലോണം തെളിഞ്ഞു വരണം. ഇച്ചിരി നോക്കുവാന്നേൽ, കാര്യമായിട്ട് നോക്കുവാന്നേൽ അവിടെ ഇവിടെ ബബിൾസ് വരുന്നിടത്ത് എണ്ണ തെളിയുന്നുണ്ട്. അത് നല്ലോണം തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റും. നമ്മുടെ ആ മട്ടൺ വേവാൻ വെച്ച മട്ടൺ തേണ്ട ഡ്രൈ ആയി. ഈ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച പ്ലംസ് ആണ് ഞാൻ ഇടാൻ പോകുന്നത്. വേറെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇട്ടാൽ കുറച്ചൊരു ഇടയ്ക്ക് നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു സ്വീറ്റ്നെസ് വരും, അത്രേ ഉള്ളൂ. അതേപോലെയാണ് ഞാൻ പച്ചമുളകിൻ്റെ കാര്യവും പറഞ്ഞേ. 1-2 ഞാൻ കീറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ബിരിയാണി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ചതച്ച് ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ വഴറ്റുമല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതല്ല ചോറിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എരിവ് മതി ഉണ്ടെങ്കിൽ അത് മതി. ആക്ച്വലി ഇതിന് ഒരുപാട് എരിവ് അങ്ങനെ വരുന്ന ഒരു ഫ്ലേവർ ഉള്ള ഒരു സാധനമല്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചല്ലേ ഇപ്പോൾ ബിരിയാണി ചെയ്തുള്ളൂ. ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി അരിയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ ചീനച്ചട്ടി പോലത്തെ, പക്ഷെ ചൂട് കട്ടിയുള്ള പാത്രമാണ്. അതിനകത്തോട്ട് ഞാനൊന്ന് ദം ചെയ്യാം. ദം ചെയ്യാന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു സാധനമാണ് ദം ചെയ്യാനായിട്ട്, അല്ലേ? ചിലപ്പം ഒന്ന് അടി പിടിച്ചു പോയെന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കല്ലില്ലേ, ആദ്യം ചപ്പാത്തിക്കല്ലെടുത്ത് അടുപ്പേ വെച്ചതിന് ശേഷം അതിനുശേഷം ഈ ചട്ടി അതിൻ്റെ മുകളിലോട്ട് വെച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് പ്രാവർത്തികമല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും സ്റ്റീമർ ഉണ്ടാവും. ഈ സ്റ്റീമർ എടുത്ത് വെച്ചിട്ട് ഈ നമ്മൾ ഫുൾ അരിയെല്ലാം ദം ചെയ്യില്ലേ, ദം ചെയ്ത് അതായത് ലെയർ ചെയ്തതിന് ശേഷം അവസാനം ഒരു ടവൽ ഇട്ടിട്ട് ആ ടവലിൻ്റെ മേളിൽ പാത്രം വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ആ ടവലെ പിടിച്ചോളും. അപ്പോൾ തിരിച്ച് ഇറച്ചിയിലോട്ടോ അല്ലെങ്കിൽ ആ ചോറിലോട്ടോ ഇറങ്ങുകയല്ല. അതിനാ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി, അത് ദമ്മാവും. ഇതല്ല ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഫയറിൽ വെക്കാനായിട്ട് നമ്മൾ ചെയ്യുവാന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും മട്ടൺ ഡ്രൈ ആക്കരുത്. ഇറച്ചി അതായത് മട്ടൺ ആയാലും ചിക്കൻ ആയാലും ഏതായാലും ഇത്രയും ഡ്രൈ ആക്കരുത്. കുറച്ച് നമ്മൾ ആ ഒരു എന്താ പറയുക വെള്ളമയത്തോടു കൂടി ഏറ്റവും അടി ലെയറിൽ നമ്മൾ ഇറച്ചി ഇടുക. ഇതിപ്പോൾ തീ നല്ല കുറച്ചിട്ടുണ്ടേ. ഇത് മാക്സിമം പോയാൽ ഒരു 2 ലെയറേ വരത്തുള്ളൂ, കൂടി പോയാലും. ഈ ചൂട് ചെറിയ തീയൽ ഞാൻ വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കുകയില്ല ആദ്യം ഇറച്ചി ഇട്ട് കഴിഞ്ഞാൽ. ഇനി ഇതിനകത്തോട്ട് ബാക്കി റൈസ് ഞാൻ ഇടുക. ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് മുന്തിരിങ്ങായും പിന്നെ നമുക്ക് ഈ ഫ്ലേവർ നല്ലോണം മല്ലിയിലയും പുതിനയിലയും ഇടുക. ഇവിടെയും 2 പച്ചമുളക്, അതിൻ്റെ മേളിലേക്ക് ബാക്കി ലെയർ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഇറച്ചി ഡ്രൈ ആക്കി തന്നെ ചെയ്താൽ മതി. ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഗ്രേവി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങാനും നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് കുഴഞ്ഞു പോയാൽ തന്നെ എടുക്കും.
അപ്പോൾ അത് പിന്നെ പ്രയാസമല്ലേ, നമ്മൾ ഇത്രയും മെനക്കെട്ടേച്ച് അത് ചീത്തയായി പോയാൽ ഭയങ്കര പാടായി പോകും. ഇതൊക്കെ എനിക്ക് ആദ്യം സംഭവിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് പറയുന്നത്. ചിലപ്പോൾ എന്നെക്കാട്ടിലും എക്സ്പേർട്ടായിട്ട് ഒത്തിരി പേര് കാണും. ഇതിൻ്റെ മേളിലോട്ട് ബാക്കി ലെയർ. ബിരിയാണിക്ക് എപ്പോഴും കുഞ്ഞരിയാണ് നല്ലത്, അതും കൈമ റൈസ്. അത് അതിനുള്ളൊരു മണം വരത്തോളേ. പിന്നെ ഇനി ലാസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഈ കേവ്ര വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റോസ് വാട്ടർ കിട്ടും. അത് ഒഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി വാനില എസൻസ് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ബിരിയാണി എസൻസ് എന്ന് പറഞ്ഞൊരു എസൻസ് കിട്ടും. ഇതിലേതായാലും നമുക്കിതിനകത്ത് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഏറ്റവും അടിയിൽ ഇറച്ചി കിടക്കുന്നത് കൊണ്ട് വലുതായിട്ട് അടി പിടിക്കുകയല്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ അത് കോൺഫിഡൻസ് ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചപ്പാത്തിക്കല്ല് വെച്ചേച്ച് അതിൽ ദമ്മിട്ടാൽ മതി. അപ്പോൾ ഭയങ്കര സേഫാണ്, ഒട്ടും അടി പിടിക്കുകയല്ല. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിന് വലിയ പണിയില്ല, ഇത് നല്ലോണം ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. Annie's Kitchen. Let's cook with love.